Mr. Chief Minister, you have failed, miserably failed, to protect the life and property of the people here. തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ക്രൂരമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ക്രമസമാധാനം സംരക്ഷിക്കാൻ. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ SDPIയുമായി ചേർന്നുകൊണ്ടും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ BJPയുമായി ചേർന്നുകൊണ്ടും ഞങ്ങളുടെ മുനിസിപ്പൽ ഭരണം താഴെയിട്ടവർ ഞങ്ങളെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം പഠിപ്പിക്കാൻ പറയുകയാണ്. സർ, തിരുവനന്തപുരത്ത് റിട്ടയർ ചെയ്തൊരു ബാങ്ക് മാനേജർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി തൻ്റെ ചെറിയ കാർ എടുത്തുകൊണ്ട് പോയി. ഒരു പ്രധാന വീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തു. സർ, വഴി റോങ് സൈഡ് കയറി വന്ന 2 ചെറുപ്പക്കാർ ബൈക്ക് കൊണ്ടുവന്ന് ഈ കാറിൻ്റെ പുറയിലിടിച്ചു. അദ്ദേഹം ഓടിച്ചെന്ന് ചോദിച്ചു, എന്താണ് എൻ്റെ വണ്ടിയിൽ നിങ്ങൾ നോക്കി വരണ്ടേ, റോങ് സൈഡാണല്ലോ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2 പേരും ബൈക്കിൽ നിന്നിറങ്ങി വഴിയിൽ കിടന്നിരുന്നൊരു ചുടുകട്ടയെടുത്ത് അദ്ദേഹത്തിൻ്റെ കാറ് തകർത്തു. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാറിൻ്റെ അകത്തുണ്ടായിരുന്ന പോയ ആ ചുടുകട്ട വീണ്ടും എടുത്ത് കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസും തകർത്തു. സാർ, ആളുകളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഇദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അയൽക്കാരൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ കാര്യം പറഞ്ഞു, അങ്ങ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, ഇപ്പം തന്നെ അറിയിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ പിന്നെ അതിനേക്കാൾ വലിയ പൊല്ലാപ്പാവും, അവരുടെ പുറകെ പോകാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു എന്നറിഞ്ഞാൽ ഈ ഗുണ്ടകൾ വന്ന് ഇപ്പോൾ കാറ് മാത്രമേ തകർത്തിട്ടുള്ളൂ, എൻ്റെ വീട് കൂടി തകർക്കും. സാർ, ഇത് തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ്. സാർ, ഇവിടെ ഷംസുദ്ദീൻ ഇത് അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പോത്തങ്കോട്ട് ഒരാൾ 17 വയസ്സുള്ള മകളുമായി കാറി പോവുകയാണ്. ഗുണ്ടകൾ ഈ പിതാവിനെയും മകളെയും ക്രൂരമായി ഉപദ്രവിച്ചു, തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് ക്രൂരമായി തല്ലി. എന്താ കാര്യമെന്നറിയാമോ? സൈഡ് കൊടുത്തില്ല ആ ഗുണ്ടകൾക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന്. 17 വയസ്സുള്ള മകളെ നിങ്ങൾക്കിതൊന്നും കേട്ടാൽ സങ്കടം വരില്ല. ഇതെല്ലാം വളരെ കേരളത്തിൽ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 21 ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ. റൈറ്റ് ടു ലൈഫാണ്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ പ്രോപ്പർട്ടി എക്സെപ്റ്റ് other than the no due process അല്ല, except other than the procedure established by law. അതാണ് ആർട്ടിക്കിൾ 21. It is a duty of the state to protect the life and property of the people. Mr. Chief Minister, you have failed, miserably failed, to protect the life and property of the people here. ഇവിടെ ഏത് സമയത്ത് കൊല്ലപ്പെടുമെന്ന് അറിയില്ല. ഒരാളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി നിങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങ് ഉത്തരം പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വണ്ടി കയറി കണ്ണൂർ പോകേണ്ട ആള് കൊല്ലത്ത് വണ്ടി ഇറങ്ങി ചെങ്കോട്ടയിലേക്ക് പോയി, വേറെ വഴിക്ക് പോയി ഉത്തരം പറഞ്ഞപ്പോൾ. ഇവിടെ ഉയർത്തിയ ഉത്തരങ്ങളൊന്നും അല്ല അങ്ങ് പറഞ്ഞത്. ഇവിടെ തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങൾ, തുടർച്ചയായി നടക്കുന്ന ഗുണ്ട ആക്രമണങ്ങൾ. ഇവിടെ ചോദിച്ചുള്ളൊരു ചോദ്യം പ്രമേയ അവതാരകൻ, ഈ തിരുവനന്തപുരത്ത് അങ്ങയുടെ മൂക്കിന് താഴെ എത്ര ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? എത്ര മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? കാല് വെട്ടിയെടുത്ത് ബൈക്കിൽ കാല് വെട്ടിയെടുത്ത കാലുമായി പ്രകടനം നടത്തുന്നു ഇല്ലേ? എത്ര സംഭവങ്ങൾ! എന്നിട്ട് എപ്പോഴും മുഖ്യമന്ത്രി ഒരു മറുപടിയുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവം. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ പിണറായി ഭരണകാലത്തെ ഏറ്റവും തമാശയുള്ളൊരു വാക്കാണ്, ഒറ്റപ്പെട്ട സംഭവം. എല്ലാ ദിവസവും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കിയാൽ സാർ, പോലീസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. അതിനൊരു ഹൈറാർക്കി ഉണ്ട്, അതിനൊരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. മേലുദ്യോഗസ്ഥന്മാർ, കീഴുദ്യോഗസ്ഥന്മാർ, പോലീസ് അടക്കം ഒരു ഫോഴ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സാർ, ഇന്നത്തെ നിങ്ങളുടെ പോലീസിൽ ഈ ഹൈറാർക്കി പ്രവർത്തിക്കുന്നുണ്ടോ? ആ ലൈൻ ഓഫ് കൺട്രോൾ പോലീസിലുണ്ടോ? ആരാണ് SP-മാരെ നിയന്ത്രിക്കുന്നത്? DIG ആണോ, IG ആണോ, DGP ആണോ? അല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറിമാരാണ്, ഏരിയ സെക്രട്ടറിമാരാണ് CI-മാരെ, SHO-മാരെ നിയന്ത്രിക്കുന്നത്. അവർ പറയുന്നതാണ് കേൾക്കുന്നത്. എല്ലാ കാര്യത്തിലും ഇടപെടൽ നടത്തുകയാണ്. കാപ്പാടിസ്ഥാനത്തിൽ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ കളക്ടർമാർ തീരുമാനമെടുക്കുന്നില്ല. പോലീസ് കൊടുക്കുന്ന അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നുണ്ടോ കളക്ടർമാർ? അങ്ങ് പറയേണ്ട മറുപടി, ഗുണ്ടകളെ കാപ്പ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊടുത്ത
എത്ര കാര്യങ്ങൾ ജില്ലാ കളക്ടർമാർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇടപെടലുകൾ നടത്തിയാണ്, രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തി രക്ഷപ്പെടുകയാണ്. സർ, പഴയകാല ഒരു സെൽ ഭരണത്തിൻ്റെ ഒരു പുതിയ രൂപമാണ്, ഭീതിതമായ ഒരു പുതിയ രൂപമാണ് കേരളത്തിൽ പാർട്ടി ഇടപെടുന്നത്. നിങ്ങൾ പാർട്ടിയും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ്. ആ പാർട്ടിയുടെ അനാവശ്യമായ ഇൻ്റർവെൻഷൻസ് ഈ പോലീസിൻ്റെ സംവിധാനത്തെ ഒരു ഫോഴ്സ് എന്നുള്ള സംവിധാനത്തിൽ അതിനെ പ്രവർത്തിക്കാൻ കഴിയാതെ ആക്കി മാറിയിരിക്കുന്നു. കാപ്പ നിയമം എന്ന് പറയുന്നത് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ഇവിടെ ഓപ്പറേഷൻ കാവലിനെ കുറിച്ച് പറഞ്ഞു. ഓപ്പറേഷൻ കാവലിൻ്റെ പ്രവർത്തനം എന്താ അറിയോ? 14,000 ഗുണ്ടകളെ ഗുണദോഷിച്ചു വിട്ടു പോലീസ് സ്റ്റേഷനിൽ വന്ന്. ഇനി അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടരുത്. ഇനി അവർ എന്താ ചെയ്തത്? അവർ വാളും തോക്കും കൈബോംബും എല്ലാം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ പിന്നോട്ട് പോയി. അന്ന് ഗുണദോഷിച്ചതോടുകൂടി എല്ലാ ഗുണ്ടകളും പിന്നോക്കം പോയി. സർ, ഏത് കാലത്താണ് ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നത്? ഏത് കാലത്തും കേൾക്കാത്ത രീതിയിലാണ്. ഈ മയക്കുമരുന്ന് സംഘങ്ങളെ പിടിക്കാൻ പോലീസ് എന്ത് ചെയ്തു? എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെയുള്ള വലിയ ഹോട്ടലുകളിൽ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്ന സ്ഥലത്തൊരു റെയ്ഡ് നിങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. എന്താണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? 36 മണിക്കൂർ ഇൻടോക്സിക്കേഷൻ കിട്ടുന്ന മയക്കുമരുന്നുണ്ട് കേരളത്തിൽ. നാവിൻ്റെ അടിയിൽ വെച്ചാൽ 8 മണിക്കൂർ ലഹരിയിലാകുന്ന അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത മയക്കുമരുന്നുകൾ കേരളത്തിലുണ്ട്. അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പോലീസ് എന്താ ചെയ്തത്? ഈ മയക്കുമരുന്ന് സംഘങ്ങളെ നിലയ്ക്ക് നിർത്തി ഈ അക്രമങ്ങൾ, ക്രൂരമായ ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കോട്ടയത്ത് എന്താ ചെയ്തത്? 19 വയസ്സുകാരനെ നടുറോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി 3 മണിക്കൂർ നിരന്തരമായി തല്ലി കൈകൊണ്ട് ഈ 19 വയസ്സുകാരൻ്റെ 2 കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് വെളുപ്പാങ്കാലത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഈ ഗുണ്ട നടത്തിയ വിളയാട്ടമുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പാവം പോലീസുകാർ പോലീസ് സ്റ്റേഷൻ്റെ കഥ കടച്ച് അകത്ത് നിന്ന് ജനലിൽ നോക്കി ഇയാൾ പോയോന്ന് അന്വേഷിച്ച് നോക്ക്. പോലീസ് സ്റ്റേഷന്റെ കഥ കടച്ച് പോലീസുകാർ അകത്തുണ്ടായിരുന്നത് ഗുണ്ട പോയോ എന്ന് ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കി. അതാണ് നിങ്ങളുടെ പോലീസ്. അങ്ങ് പരിഹസിക്കൊന്നും വേണ്ട, അങ്ങ് അന്വേഷിച്ച് നോക്ക്. ആ കോട്ടയം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി ഇട്ട ഇത്രയും ക്രൂരത? നേരത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചല്ലോ. ഒരു വണ്ടി സ്വന്തം അമ്മയും വന്ന് പെങ്ങളും വന്ന് കരഞ്ഞു, എൻ്റെ 19 വയസ്സുകാരനായ മകനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. ആ മകനെ ഏത് ഗുണ്ടയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് അറിയാം. അവർ പറഞ്ഞിട്ട് അവനെ അന്വേഷിച്ച പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു വണ്ടി പോയോ രാത്രി? ആ ഗുണ്ടയെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തുണ്ടായിരുന്നു. അവനെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു രാത്രി മുഴുവൻ. എന്നിട്ട് നിങ്ങൾ പരിഹസിക്കുകയാണ്. അതാണ് നിങ്ങളുടെ പോലീസ്. അതാണ് കോട്ടയത്തുണ്ടായത്. ഇത് തിരിച്ച് ക്രൂരമായ കൊലകൾ. ഞാൻ സത്യത്തിൽ ദേശാഭിമാനിയിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു പടം, തലശ്ശേരിയിലെ ഹരിദാസിനെ കൊന്നിട്ടിരിക്കുന്ന പടം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞങ്ങൾക്കൊക്കെ സങ്കടം വരും ഇത് കാണുമ്പോൾ. കാല് വെട്ടിയെടുത്തുക്കും. ഇതുപോലെ ക്രൂരമായ കൊലപാതകങ്ങൾ നിങ്ങളെങ്ങനെ തുടങ്ങിയത്? നിങ്ങളല്ലേ തുടങ്ങിയത്. രാഷ്ട്രീയ കൊലപാതകം മാത്രമായിരുന്നോ നിങ്ങളുടേത്? TP ചന്ദ്രശേഖരനെ എങ്ങനെയാ കൊന്നത്? വെറുതെ ഉള്ള കൊല്ലലാണോ? മരിച്ചിട്ടും കൊല്ലല്ലായിരുന്നോ? മുഖം വികൃതമാക്കിയല്ലായിരുന്നോ? കൃപേഷിനെ കൊന്നത്, 19കാരനെ കൊന്നത്, 21 വയസ്സുകാരനെ കൊന്നത്, തലയിൽ മഴ കൊണ്ട് വെട്ടിപ്പിളർത്തിയല്ലേ കൊന്നത്? കയ്യും കാലും വെട്ടിമാറ്റിയില്ലേ? ഈ ക്രൂരമായ കൊലപാതകങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് മുഖ്യമന്ത്രി ചോദിച്ചു, നിങ്ങളാണ് കേരളത്തിലെ ക്രമസമാധാനം തകർക്കുന്നതെന്ന്. UDF വേറെ എന്താരോപണം ഞങ്ങളെക്കുറിച്ച് ഉന്നയിച്ചാലും ഞങ്ങൾ കേരളത്തിൻ്റെ ക്രമസമാധാനം തകർക്കുമെന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ് അങ്ങയുടേത്. നിങ്ങളുടെ പാർട്ടി, നമ്മൾ ഈ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട്, നമ്മൾ TV യിലൊക്കെ കാണാറുണ്ട്. അവർ ഒറ്റ വെട്ടിന് കൊല്ലും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. നിങ്ങളെങ്ങനെയാണ് കൊല്ലുന്നത്? നിങ്ങൾ ആരെ തീരുമാനിക്കും? കൊല്ലേണ്ട ആളെ തീരുമാനിക്കും. അവനെ വാടക കൊലയാളിയെ തീരുമാനിക്കും. ആ വാടക കൊലയാളിക്ക് ആയുധം കൊടുക്കും, വാഹനം കൊടുക്കും, എപ്പോൾ കൊല്ലണം, എങ്ങനെ കൊല്ലണം എന്ന് നിർദ്ദേശിക്കും. കൊന്നു കഴിഞ്ഞാൽ എവിടെ ആയുധം ഉപേക്ഷിക്കണം, എവിടെ വാഹനം ഉപേക്ഷിക്കണം,
ഏത് ഏരിയ കമ്മിറ്റിയാണ് ഷെൽട്ടർ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കും. പ്രതികളെ നിങ്ങൾ തീരുമാനിക്കും. ഇതെല്ലാം തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ക്രൂരമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ക്രമസമാധാനം സംരക്ഷിക്കാൻ. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. വർഗീയ കക്ഷികൾക്കെതിരായി ഞങ്ങൾ ആരോപണം ഉന്നയിച്ചില്ല എന്നാണ് പറയുന്നത്. തലശ്ശേരിയിലെ പുന്നോൾ ഹരിദാസിനെ വെട്ടിവീഴ്ത്തുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് കുമ്പളയിൽ BJP-കാരനെ കൊന്ന കേസിലെ പ്രതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കാൻ BJP-യുടെ വോട്ട് പിടിച്ച് ജയിക്കായിരുന്നു. അതേ ദിവസം, ഹരിദാസിനെ കൊന്ന ദിവസം, അതിൽ പ്രതിഷേധിച്ച് BJP-കാര് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സമരം നടത്തി. സുരേന്ദ്രനെതിരെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം UDF ഭരിക്കുന്ന കുമ്പള പഞ്ചായത്തിൽ നിങ്ങളും BJP-യും കൂടി ഒരുമിച്ച് ചേർന്ന് ജയിച്ചു. മുഖ്യമന്ത്രി ചോദിക്കുക, എന്നിട്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ SDPI-യുമായി ചേർന്നുകൊണ്ടും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ BJP-യുമായി ചേർന്നുകൊണ്ടും ഞങ്ങളുടെ മുനിസിപ്പൽ ഭരണം താഴെയിട്ടവർ ഞങ്ങളെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം പഠിപ്പിക്കാൻ പറയുന്നത്. എന്താണ് സർ ഇതെന്താണ്? ഇവിടെ ജയിലറകൾ സുഖവാസ കേന്ദ്രങ്ങളാക്കി. കേരളത്തിൽ അറിയപ്പെടുന്ന കൊലയാളികൾ മുഴുവൻ തെരുവിലാണ്. ശംസുദ്ദീൻ പറഞ്ഞ ഗുണ്ടാ കോറിഡോർ, ഈ ഗുണ്ടാ കോറിഡോറിലാണ് സർ അവർ പുറത്തെത്തി പരോളിലിറങ്ങി വീട്ടിൽ പോയി ഭാര്യയുടെ കൂടെ ഇരുന്ന് മക്കളെ കളിപ്പിക്കുകയാണോ? അവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, അവർ സ്വർണ്ണ കച്ചവടം നടത്തുന്നു, അവർ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ പോലീസ് എവിടെയാണ് നോക്കി നിൽക്കുന്നത്? ആലപ്പുഴയിൽ SCPI-കാരനെ കൊന്നു. 24 മണിക്കൂറിനകം BJP-കാരെ കൊല ചെയ്യപ്പെട്ടു. എവിടെയായിരുന്നു അങ്ങയുടെ ഇന്റലിജൻസ്? അവാർഡ് മേടിക്ക്. ഇതിനൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. ഇതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ, മയക്കുമരുന്ന് സംഘങ്ങൾ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും തീരില്ല. ഈ ഓരോ സ്ഥലങ്ങളിലും നടന്ന വിഷയങ്ങൾ മുഴുവൻ ഇങ്ങനെ ഈ പരോളിൽ പോകുന്നവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഇവിടെ നമുക്ക് വേണ്ടത് സമാധാനമാണ് വേണ്ടത്. ജനങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടു ലിവ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നു റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. ആത്മാഭിമാനത്തോടെ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. സാർ, ഗുണ്ടകളിൽ നിന്ന് അവരുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കാൻ കഴിയണം. സാർ, പ്രായമായ ആളുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത്. ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതാവസ്ഥയാണ് കേരളത്തിലുള്ളത്. അങ്ങ് പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റിനെ കുറിച്ച് ആക്ഷേപിച്ചല്ലോ. സാർ, ഇവിടെ അങ്ങ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഇടുക്കിയിലെ കൊലപാതകത്തിലാണ്. സാർ, ആ കുട്ടി മരണപ്പെട്ടതിൽ ദൗർഭാഗ്യകരമായ സംഭവം, ഒരു സംശയവും വേണ്ട, ഒരു മരണമില്ല. പക്ഷേ അങ്ങ് പോലീസോട്, ഞാൻ മുഖ്യമന്ത്രിയോടാ ചോദിക്കുന്നത്, ആ സ്ഥാനത്ത് കയറി ഷംസീർ ഇരിക്കണ്ട, സ്പീക്കറായും മുഖ്യമന്ത്രിയായും ഷംസീർ ഇരിക്കണ്ട. ഞാൻ മുഖ്യമന്ത്രിയോടെയാണ് എന്റെ ചോദ്യം. അങ്ങ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കണം, അത് നിങ്ങൾ കൊലപാതകം നടത്തുന്നത് പോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തുണ്ടായ സംഭവമാണോ? 6 പേരെ 150 പേർ ചേർന്ന് ആക്രമിച്ചപ്പോൾ, അവരെ ഓടിച്ചിട്ട് ക്രൂരമായി തല്ലിയപ്പോൾ 350 മീറ്ററാണ് ദൂരെ ഓടിയത്. ഞങ്ങളൊന്നും ന്യായീകരിക്കില്ല ഒരു കൊലപാതകത്തെയും. ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കില്ല. പക്ഷേ പോലീസിനോട് പറയണം, അന്ന് പോലീസിനോട് ചോദിക്കണം. അതുകൊണ്ട് ഈ വിധ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരിക്കൂ. ഇരുഭാഗത്തുള്ള ആളുകൾ ഇരിക്കൂ. അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇരുഭാഗത്തുമുള്ള അംഗങ്ങൾ ഇരിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപസംഹരിക്കുകയാണ് പ്രസംഗം. ഇരിക്കൂ. പ്രതിപക്ഷ നേതാവിനെ ഉപസംഹരിക്കാൻ അനുവദിക്കൂ. ഇരിക്കൂ. ഇരുഭാഗത്തും ഇരിക്കൂ. സർ അങ്ങ്
സർ CPM അംഗങ്ങൾ ആവശ്യത്തിന് സർ സമയമായി. CPM അംഗങ്ങൾ പ്രകോപിതരാവും, എനിക്കത് മനസ്സിലാവും. അങ്ങ് അങ്ങ് ഇയാളാണ് സ്പീക്കർ. ഇരിക്കൂ അവിടെ ഇരിക്കൂ. സർ CPM അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. സർ ഒരു CPI അംഗം കൂടി പ്രതിഷേധിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ASFന്റെ സംസ്ഥാന ഭാരവാഹിയെ കോട്ടയത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലിട്ട് SFIക്കാർ അപമാനിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പരാതി കൊടുത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ? പത്തനംതിട്ടയിൽ CPIക്കാരെ വലിച്ചിട്ട് നടുറോട്ടിലിട്ട് ചവിട്ടിയപ്പോൾ നാണമുണ്ടോ നിങ്ങൾക്ക്? ആ പോലീസിനെ പിന്തുണ കൊടുക്കാൻ? സാർ ഇതൊന്നും വേണ്ട. സാർ ഈ കേരളത്തിൽ സ്വന്തം ഇടതുമുന്നണിയിൽപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ CPIക്ക് പോലും രക്ഷയില്ല. എതിരാളികളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇത് ആനി രാജയാണ്, D രാജയാണ് പറഞ്ഞത്. കേരളത്തിലെ പോലീസിൽ RSSകാരുണ്ടെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. കേരളത്തിലെ പോലീസിൽ SDPIക്കാരും RSSകാരും കടന്നുകൂടിയതിന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തണോ? അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ വർഗീയ കക്ഷികളെ പ്രീണിപ്പിച്ച്, നിങ്ങൾ പാർട്ടിക്കാരെ ഇടപെടിച്ച് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നിലനികൾ തകർത്തു. സാർ ഈ ഗൗരവതരമായ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും.